നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിയുടെ വ്യഥകൾ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഒരു മഹാനടൻ അദ്ദേഹത്തിന്റെ 75-ാം വയസ്സിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയും, ഈ 75-ാം ജന്മദിനം അദ്ദേഹം ആഘോഷിച്ചു. കിടക്കയുടെ ഇരുഭാഗത്തുമായിട്ട് 75 നാടികളെ മദ്യപിച്ച് മതോന്മത്തനായി തൊട്ടടുത്ത് കിടക്കുന്ന നാടിയുടെ മുന്നിലേക്ക് ബർത്ത്ഡേ സ്യൂട്ടിൽ അദ്ദേഹം പ്രവേശിച്ചു. അയാളുടെ ജീവിതത്തിലെ ഒരു ആഗ്രഹമാണ് ഷീലയോടൊപ്പം ഒന്ന് മുട്ടി, ഞാൻ പറയുന്നത് ക്ഷമിക്കണം, ഇങ്ങനെ ഒന്ന് അഭിനയിക്കണം എന്നുള്ളത്. അത്രയും കൂട്ടായ്മകളൊക്കെ ഉണ്ടല്ലോ, മെഴുകുതിരി കൊണ്ട് അവിടെ സെക്രട്ടറി ഇത്തരം ഇത്തരം കാണില്ലെന്ന് തീരുമാനിക്കാം. നമസ്കാരം. നാളെ നമ്മുടെ ഹേമ കമ്മിറ്റി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുകയാണ്. നമ്മുടെ നീണ്ട കാലത്തെ കാത്തിരിപ്പിന് ശേഷം ജൂലൈ 24-ാം തീയതി പുറത്തു വരും എന്ന് പറഞ്ഞ റിപ്പോർട്ട് വീണ്ടും കുറച്ചുകൂടി തള്ളി നമ്മളിപ്പോൾ നാളെ ഇതിൻ്റെ റിപ്പോർട്ട് പുറത്തു വരികയാണ്. അപ്പോൾ അതിൻ്റെ പോരായ്മകളും കാര്യങ്ങളുമൊക്കെ നമ്മൾക്ക് ഒരുപാട് പറയാനുണ്ട്, പഠിക്കാനും ഉണ്ട്. നമ്മളുടെ കൂടെ ഇപ്പോൾ ഈ വിഷയത്തിൽ നമ്മളുടെ കൂടെ കൂടിയിരിക്കുന്നത് രാജേന്ദ്രൻ പന്തളം സാറാണ്. സാറിനോട് ചോദിക്കാം. സാർ നമസ്കാരം. സാർ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാളെ പുറത്തു വരുമ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും വരുന്നത്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, റിലീസായിട്ടില്ല എങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നതിന് 2 ഭാഗങ്ങളുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് സിനിമയിൽ പൊതുവേ ഉള്ള ചൂഷണത്തിൻ്റെ ഒരു ചിത്രം, അതുപോലെ അതിനെ എങ്ങനെ പരിഹാരം കാണാം എന്നുള്ളതാണ് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗമാവട്ടെ അവിടുത്തെ പെൺകുട്ടികൾ, അഭിനയിക്കുന്ന പെൺകുട്ടികൾ, സ്ത്രീകൾ ഒക്കെ അനുഭവിക്കുന്ന പലതരത്തിലുള്ള ലൈംഗികം, ധനപരം ആയിട്ട് അവർക്കുള്ള പരാതികളാണ് ഈ രണ്ടാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം തൽക്കാലം അത് പ്രസിദ്ധീകരിക്കുന്നില്ല, അത് അവിടെ തന്നെ ഇരിക്കുകയാണ്. കാരണം ഗവൺമെൻറ് തന്നെ നേരത്തെ തീരുമാനിച്ചതുപോലെ ഇത് ചില പെൺകുട്ടികളുടെ തന്നെ, അഭിനേത്രികളുടെ തന്നെ പേരിന് ദോഷമുണ്ടാക്കും, കളങ്കമുണ്ടാക്കും, അവരുടെ അവസരങ്ങൾ ഇല്ലാതാക്കും എന്നുള്ള അത് പൊതുബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒന്നാം ഭാഗമാണ് ഇപ്പോൾ വരുന്നത്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ സ്പൈസി ആയിട്ടുള്ള എലിമെൻറ്റ്സ് കാണണമെന്നില്ല, പക്ഷെ പൊതുവേ ഒരു ചിത്രം നമുക്ക് കിട്ടും. നമുക്ക് സിനിമയെക്കുറിച്ചുള്ള ഒരു ചിത്രം എന്ന് പറയുന്നത് നമ്മുടെ സിനിമാ മാസികളിലൂടെ ഉള്ളതാണ്. അതിലൊക്കെ ജുഗുപ്സാവഹമായിട്ടുള്ള കിംവദന്തികൾ, ചിത്രങ്ങൾ ഒക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ആ സിനിമാ മാസികൾ അവിടെ ഇല്ല. അതിൻ്റെ ഉത്തരദായിത്വം ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ, സാമൂഹിക മാധ്യമങ്ങളൊക്കെ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിലും ധാരാളം കിംവദന്തികൾ ഉണ്ടാകുന്നുണ്ട്. ഈ കിംവദന്തികളുടെയൊക്കെ വേദനകൾ എപ്പോഴും അനുഭവിക്കുന്നത് ആ സിനിമയിലെ സ്ത്രീ സമൂഹമാണ്. ഇതിപ്പോൾ അതിൻ്റെ ഒരു പാരമ്യത്തിൽ എത്തിയത് നമ്മുടെ മഹാനടനായ ഒരാൾ, അദ്ദേഹത്തിന് വിരോധം തോന്നിയ, കുടുംബപരമായിട്ട് വൈരാഗ്യം തോന്നിയ ഒരു നടിയെ അപകീർത്തിപ്പെടുത്താനായിട്ട് ഗുണ്ടകളെ അയച്ച് അവർ സെറ്റിൽ നിന്ന് പോയ സമയം പിന്തുടർന്ന് മാനഭംഗപ്പെടുത്തി, അതുമാത്രമല്ല അതിലും ക്രൂരമായിട്ട് അതിൻ്റെ ചിത്രങ്ങൾ, വീഡിയോ, ദൃശ്യ ചിത്രങ്ങൾ അവിടെ ചിത്രീകരിച്ചിട്ട് അത് പൊതുജന മധ്യത്തിൽ എത്തിക്കാനുള്ള ശ്രമമായിരുന്നു നടത്തിയത്. അപ്പോഴാണ് മലയാള സിനിമ ഒന്ന് ഞെട്ടി സടകുടഞ്ഞ് എണീറ്റത്. അതിനെ തുടർന്നുണ്ടായ പൊതുവികാരത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ ഹേമ കമ്മിറ്റി വന്നത്. സംഭവം നടന്നു. ഇപ്പൊ അതെ, 6 വർഷം കഴിഞ്ഞാണ്, അല്ലെങ്കിൽ 5 വർഷം പൂർത്തിയാകുമ്പോഴാണ് ഇത് റിലീസാവുന്നത്. ഇത് റിലീസാവാൻ തുടങ്ങിയത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജൂലൈ 23 അതിന് തൊട്ടു തലേ ദിവസം നിർമ്മാതാവ് എന്ന് അവകാശപ്പെടുന്ന ഒരാൾ ഹൈക്കോടതിയിൽ നേരിട്ട് ചെന്ന് ഒരു ഹർജി കൊടുത്തിരിക്കുകയാണ്. ഇത് റിലീസ് ചെയ്ത പലരുടെയും പേര് ചീത്തയായി പോകും. ശരിയാണ്, പേര് ചീത്തയാകുന്ന ആരുടെയാണ്? തെറ്റു ചെയ്തവരുടെ. ആ തെറ്റു ചെയ്തവരുടെ ഒരു മഹാ ലോബിയുണ്ട്. ആ ലോബിയുടെ പ്രതിനിധിയായിട്ട് തന്നെയാണ് ഇദ്ദേഹം ചെന്നു എന്നുള്ളത് വ്യക്തമാണ്. എന്തെന്നാൽ നിർമ്മാതാവെന്ന് അവകാശപ്പെട്ടല്ലോ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു പരാതിയില്ലെന്ന് നിർമ്മാതാക്കൾ തന്നെ പറഞ്ഞു. സിനിമയിൽ പൊതുവേ നമ്മൾ കേട്ടിട്ടുള്ള മഹാനടന്മാർ, അതായത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള നടന്മാരുടെ ഭാഗത്ത് നിന്ന്, അതുപോലെ തന്നെ സംവിധായകർ, വളരെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള സംവിധായകരുടെ ഭാഗത്തു നിന്ന്, അതുപോലെ തന്നെ സൂപ്പർ താരങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ധാരാളമായിട്ടുള്ള ചൂഷണങ്ങൾ ഉണ്ടാകുന്നതാണ്. തനിക്ക് ഇന്ന നടിയെ അല്ലെങ്കിൽ ഇന്ന കുട്ടിയെ നായികയായിട്ട് വേണം എന്ന് അവർ തന്നെ ആവശ്യപ്പെടുന്നതായിട്ടും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ള കിംവദന്തികൾ ധാരാളമുണ്ട്. ഇതൊക്കെ തെറ്റാണെന്ന് തെളിയിക്കുകയാണെങ്കിൽ നമ്മുടെ സിനിമ ഇതിലും ഭേദമാണല്ലോ, അപ്പം ഞങ്ങൾക്കും കടന്നു ചെല്ലാമല്ലോ എന്ന് വിചാരിച്ച് പെൺകുട്ടികൾ കടന്നു ചെല്ലട്ടെ. അല്ലെങ്കിൽ ഇന്നീ നടക്കുന്ന ഈ ചൂഷണങ്ങൾക്ക് ഒരു അറുതി വരുത്താൻ കേരള സമൂഹത്തെ ചിന്തിപ്പിക്കട്ടെ.
ഈ തെറ്റ് ചെയ്തവർക്ക് എന്തെങ്കിലും ശിക്ഷ ചെയ്ത് കൊടുക്കുമെന്ന് വിചാരിക്കുകയേ വേണ്ട. ഇതിലിപ്പോൾ രണ്ട് തരം ആൾക്കാരുണ്ടാവും പ്രേക്ഷകർ. നീതിബോധത്തിൻ്റെ പേര് ഇത് കണ്ടിട്ട് നമ്മുടെ പെൺകുട്ടികൾക്ക് ഇങ്ങനെ സംഭവിക്കരുതെന്നുള്ള ഒരു വിചാരം കൊണ്ട് ഇത് വായിക്കുന്നവർ. പിന്നെ ഒരു ബ്ലൂ ഫിലിം കാണുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു സിനിമാ മാസിക വായിക്കുന്നത് പോലെ തമാശന് വേണ്ടി ഗൗരവത്തിലെടുക്കാത്തവരും ഉണ്ടാവും. ഉണ്ടായിക്കോട്ടെ, പക്ഷെ സത്യം പുറത്തു വരണമല്ലോ. രണ്ട് പക്ഷം പറയുന്ന ആൾക്കാരാണ് നമ്മളുടെ ഇടയിലുള്ളത്. അതെ അതെ, അമ്മയെ തല്ലിയാലും അവര് പറയും. അതെ. പക്ഷെ ഇവിടെ ഇത് ഇങ്ങനെ ഒരു സാധനം വരുമ്പോ ഇരയുടെ പേര് ഇര എന്ന് പറയുന്നില്ല, അതിജീവിതകളാവാം, ചൂഷണത്തിന് ഇരയാക്കപ്പെടുന്നവര്. ഇര എന്ന് ഞാൻ പറയുന്നില്ല ഇവിടെ. ചൂഷണത്തിന് ഇരയാക്കപ്പെടുന്നവര്, അവരുടെ പേര് പുറത്തു വിടില്ല എന്ന് പറയുന്നതിൽ നമുക്ക് കുറച്ചെങ്കിലും ന്യായം കാണാം. ഓക്കെ, പക്ഷെ അത് ചെയ്തവരുടെ പേര്, അവരുടെ സ്വകാര്യ ജീവിതം, അവരുടെ വ്യക്തി ജീവിതം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിനെ ഹൈഡ് ചെയ്ത് വെക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഉണ്ടോ ഇവിടെ? അവിടെയാണ് വലിയൊരു പ്രശ്നമുള്ളത്. പറഞ്ഞ ചോദ്യം വളരെ ശരിയാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ തന്നെയാണ്. കാരണം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ ഒരു തരത്തിലും ഹനിക്കാനുള്ള അവകാശം നൽകുന്നില്ല നമുക്ക്. ഇപ്പം കേട്ടിട്ടില്ലേ, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആയതുകൊണ്ട് അതിനൊരു ജുഡീഷ്യൽ അധികാരം കൈവരുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ആ ജുഡീഷ്യൽ അധികാരമില്ലാത്ത ഒരാളെ കുറ്റവാളിയായിട്ട് പ്രഖ്യാപിച്ചു എന്നുള്ളത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വേണമെങ്കിൽ മാനനഷ്ട കേസ് കൊടുക്കാൻ പറ്റും, ലിബൽ സ്യൂട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് പുറത്തു വിട്ടവർ കുഴപ്പത്തിലായിത്തീരും. അതല്ലേ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ. അതുകൊണ്ടല്ലേ ഇവരൊക്കെ രക്ഷപ്പെടുന്നതും ശക്തമല്ല. പക്ഷെ അബുദാബിയിലോ ഐക്യ എമിറേറ്റുകളിലോ ഇതുവല്ലോ നടക്കുമോ? അപ്പം തന്നെ ഇത് കേട്ടാൽ തന്നെ ആ വേണ്ട ശിക്ഷ കൊടുക്കുകയാണ്. അവന് ജയിലിലിട്ട് വധശിക്ഷയാണ് നൽകുന്നത്. ഇങ്ങനെയുള്ള കേസുകൾക്ക് വധശിക്ഷ അത് ഓർക്കണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള തെറ്റുകൾ അവിടെ നടക്കുകയില്ല. സ്ത്രീകൾക്ക് ഏത് പാതിരായിരിക്കും അവിടെ നിരത്തുകളിലൂടെ പോകാൻ പറ്റും. നമ്മൾ പറയും അത് കാടൻ നിയമമൊക്കെയാണെന്ന്. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എത്രയോ ഭേദമാണത്, അല്ലേ? ഉറപ്പായിട്ടും. അത് ഇപ്പൊ നടിമാരുടെ കാര്യം പോട്ടെ, ഇപ്പൊ കൊച്ചുകുട്ടികളും അമ്മമാരും അമ്മുമ്മമാരും വരെ പീഡിപ്പിക്കപ്പെടുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്ത് നമ്മള് കുറ്റം ചെയ്തവരുടെ പേര് റിവീൽ ചെയ്തില്ലെങ്കിൽ പിന്നെ ഈ 1 കോടിയിൽ പരം മുടക്കിക്കൊണ്ട് നമ്മൾ ഇതുപോലൊരു ഇങ്ങനെ ഒരു റൈറ്റ് ഇതിലില്ലെങ്കിൽ, മീൻസ് ഇത് പുറത്തു വിടാനുള്ള ഇതില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ 1 കോടി രൂപയിൽ കൂടുതൽ സർക്കാർ? നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിയുടെ വ്യഥകൾ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഇനി ഞാൻ കേട്ടിട്ടുള്ള കാര്യം പറയാം. സെറ്റുകളിൽ നിന്ന് എനിക്ക് ചില സോഴ്സുകൾ വഴി കിട്ടിയ വിവരം. ഇപ്പം ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചുള്ള അവരുടെയും പേര് ഞാൻ പറയുന്നില്ല. ഒരു മഹാനടൻ അദ്ദേഹത്തിൻ്റെ 75-ാം വയസ്സിലും അഭിനയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പേര് ഞാൻ പറയുന്നില്ല. ഈ 75-ാം ജന്മദിനം അദ്ദേഹം ആഘോഷിച്ചത് കിടക്കയുടെ ഇരുഭാഗത്തുമായിട്ട് 75 നടികളെ കിടത്തിക്കൊണ്ടാണ്. അദ്ദേഹം കള്ളം പറയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ മാസികയിൽ എഴുതിയതോ അല്ല. അതുപോലെ വില്ലനായിട്ട് തന്നെ അഭിനയിച്ച മറ്റൊരു നടൻ ഹോട്ടലിൽ താമസിക്കുമ്പോൾ വില്ലത്തരം കാണിച്ചുവെന്നാണ് പറയുന്നത്. മദ്യപിച്ച് മതോന്മത്തനായി തൊട്ടടുത്ത് കിടക്കുന്ന നടിയുടെ മുറിയിലേക്ക് ബർത്ത്ഡേ സ്യൂട്ടിൽ ഇദ്ദേഹം പ്രവേശിച്ചു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ബർത്ത്ഡേ അതിനൊക്കെയുള്ള ലൈസൻസ് കൊടുത്ത പോലാണ് ഈ ടിൻസൽ വേഡ് എന്ന് പറയുന്ന സിനിമ. നമ്മൾ അത്ഭുതപ്പെട്ടു. ഇതൊന്നും പുറത്തു വരികയില്ല. കാരണം മാധ്യമപ്രവർത്തകരുമായിട്ട് ഇവർക്കൊരു ചങ്ങാത്തമുണ്ട്. ഇവരുടെയൊക്കെ ഇൻ്റർവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ റീഡർഷിപ്പ് വളരെ വർദ്ധിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് ഡയറക്ടേഴ്സ് കൗച്ച്, പ്രൊഡ്യൂസേഴ്സ് കൗച്ച്, അങ്ങനെയൊക്കെയുള്ള കൗച്ചുകൾ ഈ മഹാനടന്മാർക്ക് സൂപ്പർ സ്റ്റാറുകൾക്കും ഉണ്ട്. ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം, എന്നോട് ഒരു സുഹൃത്ത് സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് സിനിമ റിലീസ് ചെയ്തു. പറഞ്ഞത് എൻ്റെ ലക്ഷ്യം ഇന്നതാണ്, അതിലൊരു നടിയെ കൊണ്ടുവരണം, ആ നടിയെ അഭിനയിപ്പിക്കണം. എന്നിട്ട് ഞാൻ പറഞ്ഞ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. അയാളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ സിനിമയല്ല, ആ മഹാനടിയായിരുന്നു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവുമല്ലോ. അതുപോലെ തന്നെ മറ്റൊരു സംഭവം ഷീല തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, പ്രസിദ്ധം ചെയ്തതാണിത്, ഒരു സെൻസറിങ്ങും ഇല്ല. ഷീല പറഞ്ഞത്, ഷീല മഹാനടിയായിട്ട് വളരെ സുന്ദരിയായിരിക്കുന്ന ആ ചെറുപ്പ യൗവന കാലത്ത് അമേരിക്കക്കാരനായ ഒരു ധനികനായ ഒരാൾ ഞാനൊരു സിനിമ നിർമ്മിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് അതിന് കാൾ ഷീറ്റ് തരണമെന്ന് പറഞ്ഞ് കാൾ ഷീറ്റ് വാങ്ങിച്ചു. അതുകൊണ്ട് 1 മാസത്തെ കാൾ ഷീറ്റാണ് മറ്റു സിനിമകളെല്ലാം മാറ്റി വെച്ച് ഷീല കൊടുത്തത്. എന്നിട്ട് ഇദ്ദേഹം വന്നു ആ സിനിമയിൽ, ഇദ്ദേഹം തന്നെയാണ് നായകനും, നിർമ്മാതാവും സംവിധായകനും ആ നായകനുമല്ല ഇദ്ദേഹം തന്നെ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തമ്മിലുള്ള ഒരു രംഗമുണ്ട് എന്ന് പറഞ്ഞ് ചിത്രീകരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഷീലയോടൊപ്പം ആ ഡാൻസും ഒക്കെ ആയിട്ട് ഇങ്ങനെ ദേഹങ്ങൾ തമ്മിൽ മുട്ടിയുള്ള ധാരാളം ഉണ്ടല്ലോ നമ്മുടെ ഈ സിനിമാ പാട്ട് രംഗങ്ങളിലൊക്കെ. അത്തരം രംഗം ചിത്രീകരിക്കുക. അത്തരം രംഗം ചിത്രീകരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്റ്റെപ്പുകളും
ഒക്കെ മോശം തെറ്റിപ്പോകുന്നു എന്ന് ഷീല പറഞ്ഞു. അതൊക്കെ തിരുത്തണമെന്ന് പറഞ്ഞു. കാരണം അവരൊരു പ്രൊഫഷണൽ ആയതുകൊണ്ട്, മറ്റൊരു ഉദ്ദേശത്തിലല്ല. അപ്പോൾ ഇയാൾ അതൊക്കെ കുഴപ്പമില്ല, അതൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ശരിയാക്കിക്കോളാം എന്ന് പറഞ്ഞ്, ഇല്ല സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അതുപോലെയൊക്കെ ഷീലയ്ക്ക് അങ്ങോട്ട് നിർദ്ദേശം കൊടുത്തുകൊണ്ട് ഇയാൾ അഭിനയിച്ചു. പിറ്റേന്ന് ലൊക്കേഷനിൽ ഷീല വന്നു. ഷീല വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റ് വന്ന് പറഞ്ഞു അദ്ദേഹം പോയി, സ്റ്റേറ്റ്സിലേക്ക് പോയി. അയാളുടെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമാണ് ഷീലയോടൊപ്പം ഒന്ന് മുട്ടി, ഞാൻ പറയുന്നത് ക്ഷമിക്കണം, ഇങ്ങനൊന്ന് അഭിനയിക്കണം എന്നുള്ളത്. അങ്ങനെയുള്ള ആൾക്കാർ സിനിമ പടച്ചു വിടുന്നുണ്ട്. അതിനൊരു ഉദാഹരണമാണ് എൻ്റെ ഈ കൂട്ടുകാരൻ. അയാളുടെ ലക്ഷ്യം അതായിരുന്നു. അത് സാധിച്ചോ എന്നുള്ളത് ഞാൻ അന്വേഷിച്ചില്ല, കാരണം അത്ര ചീപ്പാവേണ്ട കാര്യമില്ലല്ലോ നമ്മൾ. അങ്ങനെയുള്ള പരിമിതമായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരുണ്ട്. ഇത് സിനിമയിൽ മാത്രമാണെന്ന് നമ്മൾ പറയേണ്ട, ടി വിയിലുണ്ട്, മാധ്യമങ്ങളിലുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണല്ലോ കേന്ദ്രമന്ത്രിയായിരിക്കെ തന്നെ MJ അക്ബർ ജയിലിലാവുന്നത്. ഇന്ന് വരെ പുറത്തിറങ്ങിയിട്ടില്ലല്ലോ അദ്ദേഹം, പൊതുരംഗത്തേക്ക് വരാൻ പറ്റിയിട്ടില്ലല്ലോ. അതുപോലെ വേറെ മാധ്യമപ്രവർത്തകർ അങ്ങനെയുള്ളവർ കേരളത്തിലുമുണ്ട്. ഇനി പല മാധ്യമപ്രവർത്തകരും ഇതുപോലെ തെറ്റ് ചെയ്തിട്ട് ശിക്ഷിക്കപ്പെടാതെ സുരക്ഷിതരായിട്ട് ഗ്ലാമർ വേളി തന്നെ ഇരുന്നുകൊണ്ട് മറ്റുള്ളവരെ ഉപദേശിക്കുന്ന എത്രയോ പേരെ എനിക്കറിയാം. പേര് വെളിപ്പെടുത്താൻ പറ്റില്ല, കാരണം നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതി അത് അനുവദിക്കുന്നില്ല, അത് മര്യാദയില്ല, അതുകൊണ്ട് കാര്യമില്ല. പക്ഷേ ഇന്നിപ്പോൾ സിനിമ അവാർഡുകൾ വന്ന ദിവസമാണ്. ഈ അവാർഡ് കൊടുക്കുമ്പോൾ മുഖ്യമന്ത്രിയൊക്കെ പറയും നമ്മുടെ സാംസ്കാരിക രംഗത്തെ ഉയർത്തണം, അതിൻ്റെ ജീർണതകൾ മാറ്റണം. ശരിയാണ്, ചില സിനിമകൾ അതിന് സഹായിക്കുന്നുണ്ട്, അതാരും കാണുകയില്ല. പക്ഷേ മറ്റു സിനിമകൾ, പ്രേക്ഷകർ കൂടുതലുള്ള സിനിമകളുടെ എല്ലാം പിന്നിൽ ഇതുപോലുള്ള സ്ത്രീകളുടെ വേദനകളുണ്ട്, കണ്ണീരുണ്ട്. ആ കണ്ണീരിൻ്റെ ഒരു അംശം പോലും നമുക്കിതിൽ കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല നാളെ വരുമ്പോൾ. വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. പക്ഷേ അതിലേക്ക് ശരിയായിട്ടുള്ള ഒരു ചുവടുവെപ്പായിട്ട് നമുക്ക് കണക്കാക്കാം. അതുപോലെ തന്നെ ഇവരെ ശിക്ഷിക്കില്ലെങ്കിലും ഇനി ഇവരൊന്ന് പേടിക്കും. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് അതെല്ലാം പുറത്തു വരുമല്ലോ, ഒരു CCTV ക്യാമറ ഉണ്ടല്ലോ എന്നൊരു തോന്നൽ വരും. CCTV ഒന്നും അവിടെ വെക്കുകയല്ല, ഒരു സെറ്റിലും വെക്കാറില്ല, വെക്കേണ്ടതാണ്. പോലീസുകാർ പോലും ഇത് കണ്ടു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുകയുള്ളൂ. ഡ്രഗ് അടിച്ചുകൊണ്ട് സിനിമാ സെറ്റിലേക്ക് പോയി പോകുന്നവരുണ്ട്. മദ്യം എന്ന് പറയുന്നത് അവൻ്റെ ഭാഗമാണ്. ഇങ്ങനെയൊക്കെ ധാരാളം. പിന്നെ ഇനിയും ഞാൻ അറിഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെ നടന്മാരെന്ന് പറയുന്ന പ്രത്യേക ഒരു കാറ്റഗറി, അവരാരെയും വകുക്കില്ല. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടുത്തെ ഡീനെയോ മറ്റാരെയെങ്കിലും ഡയറക്ടറെയോ ഒന്നും വകുക്കില്ല. അവരുടെ നിയമം വേറെ. കാരണം കുറച്ചുകൂടെ കായിക ബലവും അതുപോലെ തന്നെ കുറച്ച് കാണാൻ സുന്ദരന്മാരുമാണല്ലോ. അപ്പോൾ അവർ ഗന്ധർവന്മാരെ പോലെ, മനുഷ്യരുടെ നിയമങ്ങളൊന്നും അവർക്ക് ബാധകം അല്ല എന്നുള്ള നേരില്ല. എന്തെല്ലാം നെറികേടുകളാണ് അവരവിടെ കാണിക്കുന്നത്. അങ്ങനെ ഒരു കാലത്ത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അതായത് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, കുറച്ച് നാൾ ഇതങ്ങ് നിർത്തി വെച്ചാൽ ഇവന്മാരുടെ അഹങ്കാരം സഹിക്കാൻ വേണ്ടി മദ്യം, മയക്കുമരുന്ന് എല്ലാം ഉണ്ട്, എല്ലാ സംഗതികളും ഉണ്ട്. പിന്നെ പലരെയും പലപ്പോഴും കണ്ടെത്തുന്നത് അതർ സെക്സിൻ്റെ മുറികളിൽ നിന്നുമാണ്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഈ ടിൻസൽ വേൾഡിൻ്റെ പിന്നിൽ. പക്ഷേ ഇത് പടച്ചുവിടുന്നത് ബുദ്ധിജീവി ചിത്രങ്ങളും. അപ്പോൾ ഈ അരാജകത്വങ്ങളും അതുപോലെ സാംസ്കാരികമല്ലാത്ത, ശരിയാണ്, പരസ്പരം ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ആയിരിക്കാം എന്നൊക്കെ പറയും. പക്ഷേ അതിന് വേറെ എന്താ ഹോട്ടലുകളില്ലേ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ തന്നെ ഇത് നടത്തണമെന്നുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അവരുടെ സ്വകാര്യത അത് സംരക്ഷിക്കാനും അത് പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവരേണ്ട കാര്യം എന്താണ്? മറ്റുള്ളവർക്കത് ഹാനികരമാവില്ലേ? മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ, സംസ്കാരത്തെ, മനോനിലയെ ബാധിക്കുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ? അങ്ങനെ വരുമ്പോൾ അതിനകത്തൊക്കെ ഒരു ചിട്ട വേണം, അടക്കം വേണം. സിനിമ ആയതുകൊണ്ട് എന്തുമാകാമെന്ന് ഒരാളും വിചാരിക്കരുത്. അതിന് ഇത് സഹായിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പിന്നെ അതിനെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട്. സാർ, ഇത് സഹായിക്കും എന്ന് പറയുമ്പോഴും നമ്മൾക്കിപ്പോൾ ഒരാൾ തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്ത ആളുടെ പേര്, നമ്മൾ തെറ്റ് ചെയ്യാത്ത ആളെ അറിയുവാണെങ്കിൽ നമുക്ക് അയാളോട് കറക്റ്റായിട്ടൊരു നമുക്കൊരു ലിമിറ്റ് അയാളോട് സൂക്ഷിക്കാൻ പറ്റും. അയാൾ അകത്തി നിർത്തേണ്ടവനാണ് എന്നൊരു ബോധം നമുക്കുണ്ടാവും. അവനെ അകത്തി നിർത്താം നമുക്ക്. ഒരാൾ ശരിയല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ അയാൾ അവോയ്ഡ് ചെയ്യും, അല്ലെങ്കിൽ അയാൾക്ക് ആ ഒരു ഇത് കൊടുക്കും അയാൾക്ക്. പക്ഷെ അത് ആരാണെന്ന് മനസ്സിലാവാണ്ട് ഇതിപ്പോ ഇങ്ങനൊരു സംഭവം വരുന്നു, എല്ലാരിലേക്കും പോവില്ലേ? പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. സിനിമയിൽ ആരാണ് കുറ്റക്കാര് എന്നുള്ളതല്ല ചോദ്യം, ആരാണ് കുറ്റക്കാരല്ലാത്തതെന്നുള്ളത്. ഉദാഹരണത്തിന് കേരളത്തിൽ തന്നെ, നമ്മൾ ഈ ഹോളിവുഡിലോ ബോളിവുഡിലോ പോകണ്ട, കേരളത്തിൽ തന്നെ അടുത്ത കാലത്ത് നടന്ന ഒരു സംഭവം വായിച്ചിരിക്കാനിടയുണ്ട്. അതായത് ഐശ്വര്യ, അതായത് ഒരു നടൻ മറ്റൊരു നടൻ്റെ മകനുമാണ്. ഔദ്യോഗിക ഭാരവാഹിത്വം, രാഷ്ട്രീയമായിട്ട് ഔദ്യോഗിക ഭാരവാഹിത്വമുള്ള പ്രബലനായിട്ടുള്ള സ്വാധീനശേഷിയുള്ള ആളുടെ മകനാണ്. ഒരു ഫ്ലാറ്റിൻ്റെ അവിടെ നിന്നപ്പോൾ കുറച്ച് പെൺകുട്ടികൾ, കൊച്ചുകുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പോയപ്പോൾ
അദ്ദേഹം അവിടെ എക്സിബിഷനും നഗ്നതാ പ്രദർശനം നടത്തി. നഗ്നത കൊച്ചുകുട്ടികള്, അയാളുടെ മക്കളാവാൻ പ്രായമുള്ള ആൾക്കാരുടെ മുമ്പിൽ. അപ്പൊ തന്നെ ഇത് എവിടെങ്കിലും പൊതുസമൂഹം, ഇത് ഏതെങ്കിലും തരത്തിൽ പൊതുസമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണോ ഇത്? എന്നിട്ടോ അച്ഛൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റുമായിട്ട് വന്ന അയാളെ രക്ഷപ്പെടുത്തിയില്ലേ? ഇത് വാർത്തയായിട്ട് വന്നതാണ്. ഇത് ഹേമ കമ്മിറ്റിയൊന്നും ഇല്ലാതെ തന്നെ പുറത്തു വന്ന കാര്യമാണ്. ഇവന് നേരത്തെ ഈ അസുഖമുണ്ട്, മാനസികമായ അസുഖമുണ്ട് എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ്. മാനസികമായ അസുഖമുള്ള കൊച്ചു പെൺകുട്ടികളുടെ നേരെ അത് കാണിക്കുകയാണോ ചെയ്യുന്നത്? ഇങ്ങനെ പിന്നെ അയാൾ അയോഗ്യനാണ് സിനിമയിൽ അഭിനയിക്കാൻ. സിനിമയിലും കൊച്ചുകുട്ടികളെ അഭിനയിക്കില്ലേ? ഇങ്ങനെ കാണിക്കുന്ന ആൾ അയോഗ്യനല്ലേ? അതുപോലെ മയക്കുമരുന്ന് കഴിച്ചുകൊണ്ട് ആങ്കർ പേഴ്സണെ പേടിപ്പെടുത്തിയ ആൾക്കാരില്ലേ? അപവാദം പറഞ്ഞു വരുത്തിയ ആൾക്കാരില്ലേ? സിനിമയെ പറ്റി അനാവശ്യമായ അപവാദങ്ങൾ പറയുന്നത് ഒരു തെറ്റ് തന്നെയാണ്. കാരണം കുറച്ചു പേരുടെ ജീവനോപാധിയാണ്. പിന്നെ ഈ മഹാനടന്മാർക്ക് കോടിക്കണക്കിന് രൂപ കിട്ടുന്ന അതേസമയം ഈ ലൈറ്റ് ബോയ് എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ശമ്പളം മര്യാദയ്ക്ക് കിട്ടുന്നുണ്ടോ? ഇതിനൊക്കെ നിയമങ്ങളൊക്കെ ഉണ്ട്. കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. മഹാനടന്മാർ അവരുടെ പണം വാങ്ങിക്കും, അവർക്ക് അതിന് ശക്തിയുണ്ട്. ഈ പാവപ്പെട്ട ക്യാമറാമാൻ അങ്ങനെയുള്ള ആൾക്കാർക്ക് പാങ്ങുണ്ടോ? പിന്നെ ഒരു ക്യാമറാമാൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഒരു ക്യാമറ, ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ക്യാമറമാൻ, അദ്ദേഹത്തിൻ്റെ വൈഫ് പറഞ്ഞു എനിക്ക് ആ ലൊക്കേഷൻ ഒന്ന് കാണണം, ആ സെറ്റ് ഒന്ന് കാണണം. പക്ഷേ ഈ ക്യാമറാമാൻ പറഞ്ഞു ആ ഭാഗത്തേക്ക് നീ വന്നു പോരും. ഇനിയും വേറൊരു ഉദാഹരണം പറയാം. ഈ ചില നടന്മാര് നടികളുമായിട്ട് പ്രണയത്തിലായി, അതുപോലെ ചില സംവിധായക പ്രണയത്തിലായി കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ. ഈ കല്യാണത്തിന് ശേഷം ഇതിൽ ഏതെങ്കിലും ഒരു നടി സിനിമയിലേക്ക് വന്നിട്ടുണ്ടോ? അതുപോലെ ഇവിടുത്തെ ഒരു മഹാനടനും രാഷ്ട്രീയക്കാരനുമായി എത്ര കല്യാണങ്ങളാണ് കഴിച്ചത്? ഒരു ഭാര്യ, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ നമ്മൾ ഈ മുത്തലാഖിനെതിരെ നിയമം ഉണ്ടാക്കുമ്പോൾ ഇതും കൂടി ഒന്ന് പരിഗണിക്കേണ്ട കാര്യമല്ല. ആ സ്ത്രീകളുടെ വേദന, കല്യാണം കഴിച്ചിട്ട് ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്ന് പറയുന്നത് അവരുടെ ഒരു ഗതി, നമ്മുടെ സമൂഹം അവർക്ക് കൊടുക്കുന്ന വില എന്താണ്? അവർക്ക് ഇതുപോലെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു നടി മാറി ഇങ്ങനെ കല്യാണം കഴിച്ചതായിട്ട് വിദൂരമായെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അവിടെയും മൊത്തം സമൂഹം കൊടുത്തിരിക്കുന്ന അവർക്കുള്ള അവഗണന അത് വളരെ കൂടുതലായിട്ട് സിനിമയിൽ വരികയാണ്. അതുപോലെ നിന്ന ആളിനെ എനിക്ക് നായികയായിട്ട് വേണം എന്ന് പറഞ്ഞിട്ട് ആ നടിയെ ചൂഷണം ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണിത്? ഏതവസ്ഥ? പിന്നെ ഇനിയും വേറൊരു കാര്യം പറയാം. ഇപ്പം തന്നെ നമുക്ക് പരസ്യമായിട്ട് കാണാവുന്ന ചൂഷണം, സ്ത്രീകളോടൊപ്പം അഭിനയിക്കുമ്പോൾ ഒരു മഹാനടൻ തന്നെ ഒരു മുറിക്കകത്ത് പിടിച്ചെടുത്ത് കൊളുത്തുവിട്ട് അവർക്ക് പോകാൻ പോലീസ് കമ്മീഷണറെ ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയ രംഗം നമ്മൾ കണ്ടതല്ലേ? എന്നിട്ട് കണ്ട് കൈയടിച്ചതല്ലേ? ഹീറോയിസം. ഈ ഹീറോയിസത്തെയൊക്കെ ഇങ്ങനെ ഗ്ലാമറൈസ് ചെയ്ത് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നാളെ ഈ സ്ത്രീകളോടുള്ള ഇത് കാണുന്ന ഫാൻസിന്റെ, ആരാധകരുടെ സമീപനം ഇത് തന്നെ ആയിരിക്കില്ലേ? ഇതൊക്കെ സെൻസർ ചെയ്യാനുള്ള ആ ഭയമില്ലായ്മ, ധൈര്യം സെൻസർ ബോർഡിനില്ലേ? എന്തൊരു വൃത്തികെട്ട ചിത്രീകരണം! സ്ത്രീകളെ അപമാനിക്കുന്നതല്ലേ ഇത്? എന്നിട്ട് ആരെങ്കിലും പറയുന്നുണ്ടോ? സ്ത്രീ കൂട്ടായ്മകളൊക്കെ ഉണ്ടല്ലോ, മെഴുകുതിരി കൊണ്ട് അവിടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പ്രകടനം നടത്തുന്നവരൊക്കെ. ഇത്തരം രംഗങ്ങൾ ഇത്തരം സിനിമകൾ കാണില്ല എന്നെന്താ തീരുമാനിക്കാത്തത്? അങ്ങനെ എത്ര രംഗം. അതുപോലെ പാട്ട് പാടിക്കൊണ്ട് അഭിനയിക്കുമ്പോൾ സ്ത്രീകളുടെ ശരീരത്തിൽ ഇങ്ങനെ അനാവശ്യമായിട്ട് തൊടുക, തലോടുക, ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്, നല്ല പ്രവണതയാണ്. നമ്മുടെ കുട്ടികളും കൂടി കാണുന്ന സിനിമയല്ലേ? അപ്പോൾ സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഉപകരണങ്ങളാണ്, അവർ മനുഷ്യ വ്യക്തിത്വങ്ങളല്ല എന്നുള്ളൊരു ബോധമല്ലേ അവരിൽ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ഇതിലൂടെ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വേണം, ഗുണപരമായ മാറ്റങ്ങൾ വേണം. അല്ലെങ്കിൽ ഇത് സംസ്കാരത്തെ ഇങ്ങനെ അങ്ങ് പരിപോഷിക്കുമെന്ന് നമ്മൾ പറയാൻ പറ്റൂ. എൻ്റെ സംശയമുണ്ട്. എനിക്ക് സിനിമയെ പറ്റി വലുതായിട്ട് അറിയാത്തവർ വെറും ഒരു വിദ്യാർത്ഥി മാത്രമാണ്. അല്ല, ഉറപ്പായിട്ടും നമ്മുടെ ജനറേഷൻ ഒരുപാട് അത് സ്വാധീനിക്കുന്നുണ്ട് സിനിമയിലെ പല രംഗങ്ങളും. അതിപ്പോ ഫൈറ്റ് സീൻ ആണെങ്കിൽ പോലും നമ്മൾ അതനുസരിച്ചിട്ട് അതിനകത്ത് പറയുന്ന തെറിവാക്കുകൾ പറഞ്ഞാലേ കൂട്ടുകാരുടെ ഇടയിൽ നമുക്കൊരു ഇത് കിട്ടുള്ളൂ എന്ന് വിചാരിക്കുന്ന കുട്ടികളുണ്ട്. ചെറുപ്പക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്. ആ തെറി പറഞ്ഞാലേ അവരുടെ ആ ഒരു സർക്കിളില് കൂട്ടായ്മകൾ അങ്ങനെ ഞാൻ അന്വേഷിച്ചതാണ്. പെൺകുട്ടികളുടെ കൂട്ടായ്മകളിൽ ഇങ്ങനെ തെറിവാക്കുകൾ പറയാറില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആൺകുട്ടികളുടെ കൺമഴി ഇങ്ങനെയുള്ള തെറികളെ പറയാനുള്ളൂ. തന്നെയല്ല, പെണ്ണുങ്ങളെ ചൂഷണം ചെയ്യുന്നത് ഒരു ധീരോദാത്ത കൃത്യമായിട്ടാണ് അവിടെ എല്ലാം അവതരിപ്പിക്കുന്നത്. ഇതിന് കഴിവില്ല, അവൻ ഹീറോ. ഇതൊന്നും ചെയ്യാത്ത, സാംസ്കാരികമായിട്ട് നിലകൊള്ളുന്ന ആളനെ ഒന്നിനും കൊള്ളാത്തവൻ. കുട്ടികളുടെ കൂട്ടായ്മകളിൽ പറയുന്നില്ല എന്ന് പറയുമ്പോൾ അതിനോട് മൊത്തമായിട്ട് ഞാൻ യോജിക്കുന്നില്ല. ബിക്കോസ് പറയുന്നവരുണ്ട് എന്ന് മാത്രമല്ല, അതിനിടയിലും പച്ചയ്ക്ക് സെക്സ് പറയുന്നവര് ഭയങ്കര സംഭവമാണ്. അങ്ങനെ പച്ചയ്ക്ക് പറഞ്ഞ് ആളാവാൻ നോക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് ശരിക്കും ഇപ്പോഴും. പക്ഷെ ആണുങ്ങളുടെ ഇടയിൽ പറയുന്നത് പോലെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷെ ഇപ്പോ ആണ് പെണ്ണ് വ്യത്യാസമില്ല എന്നൊക്കെ പറയുമ്പോഴും എപ്പോഴും ആസ് എ വൈഫ്
എനിക്കിഷ്ടം എപ്പോഴും ഞാൻ ഒരു പെണ്ണ് ഒരു കല്യാണം ആലോചിക്കുമ്പോൾ എന്നെക്കാളും ഇത്തിരി ഹൈറ്റ് ഉണ്ടാവണം, എന്നെക്കാളും ബെറ്റർ ജോബ് ആയിരിക്കണം, അങ്ങനെ ചിന്തിക്കും. എനിക്ക് അങ്ങനെയാണല്ലോ. എനിക്കെന്നല്ല ഒരുവിധപ്പെട്ട പെണ്ണുങ്ങളെല്ലാവരും കല്യാണം ആലോചിച്ച് വരുമ്പോൾ ഹസ്ബൻഡ് കുറച്ചും കൂടെ ഹൈറ്റിൽ നിൽക്കണം. അത് പൊസിഷൻ ആണെങ്കിലും ബേസ് ഫിസിക്കലി ആണെങ്കിലും കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ടാവണം, കുറച്ചുകൂടി ഏജ് ഉണ്ടാവണം. അതിന് അവരുടെ താഴെ നിൽക്കണം എന്ന് ഇഷ്ടം തോന്നുന്ന ആൾക്കാരാണ് കൂടുതലും വരുന്നത്. അവരുടെ അണ്ടറിൽ മാറേണ്ട സമയമായി. നമ്മൾ പാശ്ചാത്യത്തിൽ പലരെയും നോക്കി കഴിഞ്ഞാൽ അവരുടെ ഭാര്യമാർ അവരെക്കാൾ ഉയരമുള്ളവരാണ്, ടോൾ ഫിഗേഴ്സ് ആണ്. നമ്മൾ മലയാളീസ് കൂടുതലും ഇങ്ങനെ ചിന്തിക്കുന്നവരാണ്. പക്ഷെ ബാക്കി ചില കാര്യങ്ങളിൽ മാത്രമാണ് നമ്മൾ സ്ത്രീ സമത്വം വേണം എന്നുള്ള ഒരു വാശി പിടിക്കുന്നത്. പക്ഷെ അവിടെയും ഈ തൊഴിലിടമാണ്, സിനിമ എന്ന് പറയുന്നത് തൊഴിലിടമാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ ആൺ പെണ്ണെന്ന് നമ്മൾ വേർതിരിച്ച് കാണണ്ട. നമ്മൾ ഈ ഒരു എക്സ് ക്രോമോസോമിന്റെ മാത്രം വ്യത്യാസത്തിലാണ് ഇങ്ങനെ വേർതിരിച്ച് കാണുന്നത്. നമ്മുടെ അമ്മ സ്ത്രീയല്ലേ, നമ്മുടെ സഹോദരി സ്ത്രീയല്ലേ, അങ്ങനെ ഒരു കാഴ്ചപ്പാട് കൊണ്ടാണ് സ്ത്രീയും പുരുഷനും അത് ഒന്നു തന്നെയാണ്. ഒരു സമൂഹത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത പരസ്പര പൂരകമായിട്ടുള്ള രണ്ട് ഭാഗങ്ങളാണ്. രണ്ടും കൂടെ ചേർന്നമലാണ് മനുഷ്യരാണ്, രണ്ടും മനുഷ്യരാണ്. അങ്ങനെ രണ്ടുപേരെയും നമ്മൾ വേർതിരിച്ച് കാണണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ പ്രശ്നം ഹേമ കമ്മിറ്റി രൂപീകരിക്കാനുള്ള പ്രശ്നം ഉണ്ടായിരുന്നത് ആ അതിജീവിതയുടെ പ്രശ്നം. ആ അതിജീവിതയുടെ പേര് പോലും റിവീൽ ചെയ്തുകൊണ്ട് അവരെ പൊതുമധ്യത്തിൽ ഒരുപാട് നമ്മൾ ഇതാക്കി. അവർക്കില്ലാത്ത എന്ത് സ്വകാര്യതയാണ് ഈ ആണ് എന്ന് പറയുന്ന പ്രതികളായിട്ട് നിൽക്കുന്നവർക്കുള്ളത്? തീർച്ചയായിട്ടും വളരെ നമ്മുടെ ഹൃദയത്തിന് നേരെ തൊടുത്ത ഒരു അമ്പാണ് ആ ചോദ്യം. ആ സമൂഹം അത് മാറേണ്ടത്. ഞാനൊരു അച്ഛനും കൂടിയാണ്, പെൺകുട്ടിയുടെ അച്ഛനും കൂടിയാണ്. തീർച്ചയായിട്ടും അമ്മ. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ചോദ്യം ഈ സമൂഹത്തിന് നേരെ നമ്മൾ ഉന്നയിച്ച് തൊടുത്തു വിടണം. എങ്കിൽ മാത്രമേ അല്ലാതെയുള്ള ഈ നടന്മാര് അഭിനയിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കാണാതിരിക്കാൻ തയ്യാറാവണം. അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നെങ്കിൽ എത്ര ഗ്ലാമർ ഉള്ളവനായാലും ശരി, ഈ പറയുന്ന എത്ര ജിം ബോഡി ഉള്ളവനായാലും ശരി, അവരുടെ സിനിമകൾ നമ്മൾ പാടെ ബഹിഷ്കരിക്കുക. നമ്മൾ ഈ പറയുന്ന കേരളത്തിൻ്റെ മോളിവുഡിലെ കാര്യം ഇത്. ബോളിവുഡിലെ ഇതിനേക്കാൾ ഭയങ്കരമാണ്. കോടമ്പാക്കത്ത് ഇതിനേക്കാൾ മോശമായിട്ടുള്ള കഥകൾ നമ്മളത് സിനിമയിൽ തന്നെ കണ്ടിട്ടുണ്ടല്ലോ. ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്നുള്ള സിനിമയിൽ അത് കാണുന്നുണ്ടല്ലോ. കഥ പറയുമ്പോൾ എന്നുള്ള സിനിമയിൽ വലുതായിട്ടില്ല. പക്ഷെ ഉദയനാണ് താരം എന്നുള്ള സിനിമയിൽ ഇത് കോമാളിത്തങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ സിനിമ. അത് സൂപ്പർ സ്റ്റാറുകളുടെ പിന്നിലുള്ള കോമാളിത്തങ്ങൾ, സ്ക്രിപ്റ്റ് അവരുടേതായിരിക്കണം. അതെ, സംവിധായകനാണ് ഇതൊക്കെ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ. മഹാനടൻ തന്നെ അങ്ങ് തീരുമാനിക്കുക. എന്ത് സിനിമയാണിത്? ഇങ്ങനെയാണോ കാര്യങ്ങൾ ചെയ്യേണ്ടത്? അപ്പം മഹാനടന്റെ സൗകര്യം അനുസരിച്ച് സ്ക്രിപ്റ്റ് മാറ്റുക എന്ന് പറഞ്ഞാൽ ആ സംവിധായകൻ അയോഗ്യനാണ്, അവന് സംവിധാനം ചെയ്യാൻ കഴിവില്ല എന്ന് തന്നെയല്ലേ അർത്ഥം? അതല്ലേ നമ്മുടെ സിനിമയുടെ ഗ്രാമർ എന്ന് പറയുന്നത്. നടൻ അഭിനയിക്കുക, നിങ്ങൾ സ്ക്രിപ്റ്റ് തിരുത്താൻ പോകരുത്. മനസ്സില്ല, നിങ്ങളുടെ സ്ക്രിപ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അഭിനയിക്കേണ്ട. പക്ഷെ അവർ അഭിനയിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ലോബിയുണ്ട്. ഇയാൾ അഭിനയിക്കുന്ന സിനിമകൾക്ക് മാത്രമേ അവരെ ഡിസ്ട്രിബ്യൂഷൻ അവരെടുക്കുകയുള്ളൂ, ഏറ്റെടുത്ത് വിതരണം ചെയ്യുകയുള്ളൂ. വിതരണം വേണമല്ലോ, അല്ലെങ്കിൽ പിന്നെ ഇത്ര വലിയ കോടിക്കണക്കിന് രൂപ ചിലവാക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അത് വിറ്റഴിക്കുക, അത് പോകാതെ വന്നു കഴിഞ്ഞാൽ പെട്ടി വെച്ച് പൂട്ടുക. അങ്ങനെ പെട്ടി വെച്ച് പൂട്ടിയ സിനിമകളുള്ള ഒരുപാട് സിനിമകളുണ്ട്. എനിക്കറിയാം, സിനിമയെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന പലരുടെയും സിനിമകൾ പെട്ടിയിൽ വെച്ച് പൂട്ടിയിരിക്കുക. നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എപ്പോഴും ബാക്കിയുള്ളതിനെ എടുത്ത് വെച്ച് നോക്കി ഒരുപാട് കഥയുള്ള സിനിമകളുണ്ട് നമുക്ക്. ഈ അറ്റം വന്ന ഉള്ളൊഴുക്ക് പോലും അല്ല, അവര് പോലും വെള്ളം കുടിക്കുന്നുണ്ട്. അവാർഡ് കിട്ടിയ സിനിമ സംവിധായകർ എന്നോട് പറഞ്ഞത് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ വലിയ പ്രശ്നമായിട്ട് വന്നിരിക്കുക. അവരുടെ ഒരു ലോബിയുണ്ട്. ഇന്ന നടനുണ്ടോ, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട. അവരുടെ ചോദ്യം അതാണ്. അല്ല ഈ സ്ക്രിപ്റ്റിന്റെ മഹാത്മ്യവും അല്ലെങ്കിൽ ഇത് സമൂഹ പുരോഗതിക്ക് ഉതകും, അങ്ങനെ ചിലരുണ്ട് കേട്ടോ, അത് ഏറ്റെടുക്കാൻ തയ്യാർ. പക്ഷെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വളരെ കുറവാണ്. തിയേറ്ററുകളുണ്ട് അത് ഏറ്റെടുക്കാൻ തയ്യാറായി. പിന്നെ ഇപ്പൊ വേറെ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ടല്ലോ. മലയാളം ഒരുപാട് നമ്മള് വെറൈറ്റീസ് കൊണ്ടുവരുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇപ്പൊ ഭ്രമയുഗം അതുപോലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം എടുക്കാനുള്ള ധൈര്യം മലയാളിയെ കാണിക്കുള്ളൂ എന്നാണ് ഇപ്പൊ എന്റെ ഒരു തീർച്ചയായിട്ടും. അങ്ങനെ ഒരു ഫിലിം എടുക്കാനുള്ള ധൈര്യം നമ്മൾ തന്നെയാണ് തന്നെയല്ല മലയാളത്തിന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പുരോഗതി. ഏതെങ്കിലും ഒരു നടനെ ആശ്രയിച്ചിട്ടില്ലാത്ത ചിത്രങ്ങളും ഒക്കെ വിജയിക്കുന്നുണ്ട്, നല്ല കാര്യമാണ്. ഈ ഗ്ലാമർ എല്ലാം കൂടെ ഒരു കേന്ദ്രീകൃതമാകുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അത് വികേന്ദ്രീകൃതമാകുമ്പോൾ അതിന്റെ പ്രശ്നങ്ങൾ കുറയുക തന്നെ ചെയ്യും. അതിനിടയിൽ വന്നിട്ട് ബിസിനസ് കൊണ്ടുവരുന്ന ഇപ്പോ ഇത് കുറച്ച് എന്താ പറയുക, നമ്മള് പീപ്പിൾ ക്രിട്ടിസൈസ് മീ ഓൾ അലോങ് ആൻഡ് ഇൻ ദിസ് പ്രോസസ് ദേ മെയ്ഡ് മീ ഫേമസ് എന്നുള്ള ഒരു
സ്റ്റാൻഡ് വെച്ചിട്ട് ക്രിട്ടിസൈസ് ചെയ്തിട്ടെങ്കിലും ഫേമസ് ആവണം എന്ന് കരുതിയിട്ട് കുറെ വൃത്തികേടുകൾ കയറ്റി അങ്ങനെയെങ്കിലും, അല്ലെങ്കിൽ ആ സമയത്ത് പബ്ലിഷിങ്ങിന്റെ ഒരു ടൈം ആവുമ്പോൾ റിലീസിംഗ് ഡേറ്റ് ആവുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കോൺട്രവേഴ്സി ഇട്ട് കൊടുക്കുക, അങ്ങനെ ഫേമസ് ആവുക, പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചീപ്പ് ഷോസ് ഒരു സംഭവം കൂടി വരുന്നുണ്ട്. ഇങ്ങനെ സംഭവിച്ചു, പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നാളിലൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒരു ഫെയിം കിട്ടാൻ വേണ്ടിയിട്ടുള്ള വിവാദങ്ങൾ സൃഷ്ടിച്ച് അതിന്റെ ഇത് വ്യൂവർഷിപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഒരുപാട് കള്ളപ്പണം തന്നെ ഉണ്ടല്ലോ. കള്ളപ്പണമാണ് പലപ്പോഴും ഇതിനെ വെളുപ്പിക്കാനുള്ള ഒരു തന്ത്രമായിട്ട് സിനിമയെ വെള്ളിത്തിര ഉപയോഗിക്കുന്നവരുണ്ട്. നമ്മളുടെ നല്ല കഥകൾ കുറെ നഷ്ടപ്പെട്ടു പോകുന്നത്. നല്ല സിനിമകൾ നഷ്ടമാവുന്നത് അവിടെയാണ്. അതാണ് സിനിമയെ കുറിച്ച് അറിയാവുന്ന പലരും ഈ മേഖലയിലേക്ക് കടന്നു വരാൻ മടിക്കുന്നത്. ഇതുപോലെ അവൻകന്യ ശേഷിയുള്ള പലരും ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് പെൺകുട്ടികൾ മടിക്കുന്നതും അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനുള്ള ഇങ്ങനെ ഒരു സാധനം വരുവാണെങ്കിൽ ഇപ്പം നടന്മാരുടെ തന്നെ ഇപ്പൊ ജയറാമിന്റെ പാർവതി, നമ്മളുടെ ബിജു മേനോന്റെ സംയുക്ത വർമ്മ, അവരൊക്കെ ഇത് കഴിയുമ്പോൾ അവരെയൊക്കെ വീട്ടിൽ സേഫ് ആയിട്ട് ഇരുത്തിയേക്കാണ്. അവരൊക്കെ സേഫ് ചില്ലുകൂടിൽ നല്ല അമ്മമാരായിട്ടിരിക്കുകയാണ്. അവർ ചോദിക്കുമ്പോൾ പറയുന്നത് അവർക്ക് മക്കളാണ് വലുത്, അവർക്ക് കുടുംബജീവിതം അതാണ് അവർക്ക് ഇഷ്ടം എന്നാണ് പറയുന്നത്, പിടിച്ചു വെച്ചിരിക്കുകയല്ല എന്ന് പറയുന്നു. അപ്പൊ പോലും ഇത്രയും വലിയ നടിമാരാണ് അവര്. പാർവതിയൊക്കെ എന്തുകൊണ്ടും നല്ല നടിമാരാണ്. അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരണം. അവര് തിരിച്ച് ഇതിൽ വന്നു കഴിഞ്ഞാല് ജനങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഇത് വരില്ലേ? അതെ അതെ, അല്ല അങ്ങനെയല്ല, അതിന്റെ ഒരു സന്ദേശം അവരൊക്കെ ഇനിയിപ്പോ അഭിനയിക്കാനുള്ള പ്രായം കഴിഞ്ഞിട്ടുണ്ടാവും. ഇതൊരു നല്ല സന്ദേശമാണ്. ഒരാൾ കല്യാണം കഴിച്ച ആള് ഒരു സിനിമാ നടിയാണെങ്കിൽ തുടർന്നും അഭിനയിക്കാനുള്ള ഒരു അവസരം കൊടുക്കുക എന്നുള്ളത് നല്ല, അതിന് പറ്റിയ ഒരു ഫീൽഡായിട്ട് ഇത് മാറുക എന്നുള്ളത്. ആ സന്ദേശം കൊടുത്തുകൊണ്ട് നമുക്ക്, എനിക്ക് തോന്നുന്നു, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ റിലീസിനായിട്ട് നമുക്ക് നോക്കാം, കാത്തിരിക്കാം.